CJPയുടെ പ്രൊട്ടസ്റ്റ് തുടങ്ങിയ ദിവസങ്ങളിൽ അല്ലെങ്കിൽ അതിനെ വലിയ രീതിയിൽ പോലീസും RSSൻ്റെ ഗുണ്ടാ സംഘങ്ങളും നേരിടുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നു. അതിൽ കേരളത്തിൽ നിന്നുള്ള സെലിബ്രിറ്റീസ് എല്ലാം ഒട്ടുമിക്കപ്പെട്ട സെലിബ്രിറ്റീസ് അതിൽ ഭാഗമായിരുന്നു. അതിൻ്റെ അകത്ത് ടോവിനോ തോമസ്, പാർവതി തിരുവത്ത്, റിമാക്ക് അല്ലെങ്കിൽ ആഷിക് അബു, കുഞ്ചാക്കോ ബോബൻ ഇങ്ങനെ നിരവധി പേർ തങ്ങളുടെ ഇൻസ്റ്റ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെയൊക്കെ ഇതിൽ പോസ്റ്റുകൾ ഇട്ടിട്ട് മുന്നോട്ട് വരികയുണ്ട്. അതോടൊപ്പം തന്നെ മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാലും കഴിഞ്ഞ ദിവസം മറ്റൊരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അതിൻ്റെ അകത്ത് പറയുന്ന ഇത്തരത്തിൽ ഈ സമരക്കാരെ മർദ്ദിക്കുന്നത് ശരിയായ കാര്യമാണോ? ഒരു ജനാധിപത്യ രാജ്യത്ത് പൗരന്മാരോട് പെരുമാറേണ്ട ഇങ്ങനെയാണോ? നമ്മളിത് ഇന്ന് ചോദ്യം ചെയ്തില്ലെങ്കിൽ നാളെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കും നേരിടേണ്ടി വരും, നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ നമ്മുടെ രാജ്യം കടന്നു പോകണോ? ഈ ഒരു അർത്ഥത്തിലുള്ള വാക്കുകളായിരുന്നു വിസ്മയ പങ്കുവച്ചത്. ഇതിനുശേഷം മറ്റ് താരങ്ങൾക്കെങ്ങും എതിരെ ഉയരാത്ത വലിയൊരു ആക്രമണം വിസ്മയക്കെതിരായിട്ട് ഉയരുന്നുണ്ട്. വിസ്മയക്കെതിരെ വരുന്ന ആക്രമണം അദ്ദേഹത്തിൻ്റെ പിതാവ് മോഹൻലാൽ കൂടി ആയതുകൊണ്ട് കൂടിയാണ്. കാരണം അതിലൊന്ന് പറയുന്നത് പൃഥ്വിരാജിൻ്റെ ഗതി എന്താണെന്ന് അച്ഛനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. പിന്നെ ഒന്ന് തുടക്കം പാളിയല്ലോ, ആനക്കൊമ്പ് കൈവശം വെച്ചതല്ലേ മോളെ കുറ്റം, അപ്പന് അവാർഡ് കിട്ടാഞ്ഞിട്ടാണോ ഇത് കണക്ക് മോൾ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയാൻ വരുന്നത്? ഇത്തരത്തിലുള്ള നിരവധി കമൻറ്റുകളും വിദ്വേഷമൊക്കെയാണ് വിസ്മയക്കെതിരെ വരുന്നത്. നമുക്കറിയാം വിസ്മയുടെ ഒരു തുടക്കം കുറിക്കുന്ന, അഭിനയത്തിൽ തുടക്കം കുറിക്കുന്ന, അരങ്ങേറ്റം കുറിക്കുന്ന ഒരു ചിത്രം കൂടിയിട്ട് ഉടൻ തന്നെ റിലീസ് ചെയ്യാനിരിക്കുകയാണ്. ആ സമയത്ത് ഇത്തരത്തിൽ കേന്ദ്രത്തിനെതിരെ അങ്ങനെ നടക്കുന്ന ഒരു പ്രൊട്ടസ്റ്റിൽ ഐക്യപ്പെട്ടുകൊണ്ട് ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് വിസ്മയ ഒരു ധൈര്യം കാണിച്ച് ചെറുതല്ലാത്ത കാര്യം കൂടിയിട്ടാണ് ഇതിലേക്കാണ്. നിഷാദ്, വിസ്മയുടെ ഈ പോസ്റ്റിനെതിരെ വരുന്ന അറ്റാക്കുകൾ മറ്റ് താരങ്ങളുടെ പോസ്റ്റുകൾക്കെതിരെ വരുന്നില്ല എന്നതും ഇപ്പോൾ സമീപകാലത്ത് നടന്ന എമ്പുരാനടക്കമുള്ള വിവാദങ്ങളിലെ പ്രശ്നങ്ങൾ കൂടിയിട്ട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതല്ലേ? അല്ല, അതിൻ്റെ പ്രശ്നം വെച്ചാൽ സംഘപരിവാരത്തിൻ്റെ ആളുകളും ഈ IQ ലെവൽ കുറഞ്ഞിട്ടുള്ള എന്ത് വന്നാലും BJP സപ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ മോദിയെ സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുമുണ്ട്. അവർ വിചാരിക്കുന്നത് മോഹൻലാൽ അവരുടെ ഒരു സ്വത്താണെന്നാണ്. സംഘപരിവാറിൻ്റെ, RSSൻ്റെ, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ, അതിൻ്റെ ഫാസിസ്റ്റ് പ്രവണതകളുടെ ഒരു സഹയാത്രികനും പ്രചാരകനുമാണ് കേരളത്തിലെ നടനായ മോഹൻലാൽ. അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ സർക്കാരിനെതിരെ ഒന്നും പറഞ്ഞുകൂടാ. അദ്ദേഹം ഞങ്ങളുടെ സർക്കാരിനെതിരെ വേണമെങ്കിൽ മറ്റ് താരങ്ങൾ പറഞ്ഞോട്ടെ, ടൊവിനോ തോമസ് പറഞ്ഞോട്ടെ, ചന്തു സലീം ഗോർ പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ മോഹൻലാൽ പറയാൻ പാടില്ല. അദ്ദേഹം സംഘത്തിൻ്റെ സ്വത്താണെന്ന് വിചാരിച്ചിരിക്കുന്നു ഈ മനുഷ്യർ, ഈ കമൻറ്റിൽ വരുന്ന വിഡ്ഢികൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മോഹൻലാലിന് ശരിയാണ്, അദ്ദേഹം സന്യാസി തുല്യമായിട്ടുള്ള ഒരു ദർശനത്തോടെ ഇന്ത്യയെ നയിക്കുന്ന ആളാണ് മോദി എന്ന് കഴിഞ്ഞ മാസവും പറഞ്ഞ ആളാണ്. കഴിഞ്ഞ മാസമല്ല, റീസെൻ്റ്ലി പറഞ്ഞ ആളാണ്. ഇതിനു മുമ്പ് മോദിയുടെ പല പ്രോജക്റ്റുകളെയും അദ്ദേഹം പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പാത്രം കൊട്ടാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പാത്രം കൊട്ടിയിട്ടുണ്ട്. നോട്ട് നിരോധനം നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അദ്ദേഹം പിണറായി വിജയൻ അതിഗംഭീരമായി കേരളത്തെ നയിക്കുന്ന ആളാണെന്ന് പറയുകയും പിണറായി വിജയന് മൂന്നാമതൊരിക്കൽ കൂടി ഭരണം കിട്ടാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടിയുടെ മുഖ്യ കർമ്മിയായിട്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടാണ്. അതേ അദ്ദേഹം VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ പറവൂരിൽ പോയി സ്നേഹാലിംഗനങ്ങളാൽ അദ്ദേഹത്തെ പൊതിയുന്നത് കണ്ടാണ്. മോഹൻലാലിന് അങ്ങനെ ഒന്നുമില്ല. മോഹൻലാലിന് ശരിയാണ്, അദ്ദേഹം കോളേജിൽ പഠിച്ച ABP-കാരാണെന്ന് തോന്നുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് പല ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേരിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷനകത്ത് RSകാരുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹം സംഘപരിവാറിൻ്റെ ഒരു ഫുൾ ടൈം പ്രചാരകനല്ല. മോദി സർക്കാരിൻ്റെ ഒരു ഫുൾ ടൈം പ്രൊപ്പഗേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ആളല്ല അദ്ദേഹം. അദ്ദേഹത്തിന് ആരെയും പിന്തുണയ്ക്കാനോ ആരെക്കുറിച്ചും നല്ലത് പറയാൻ ഒരു മടിയുമില്ല. അദ്ദേഹം അങ്ങനെ ഫ്രീ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണെന്ന് എൻ്റെ തോന്നൽ. അദ്ദേഹത്തിൻ്റെ മകളോട് അദ്ദേഹം നമ്മൾ സംഘപരിവാരമാണ് കേട്ടോ, അതുകൊണ്ട് സംഘപരിവാർ ചെയ്യുന്നതെല്ലാം നമ്മുടെ പരിപാടിയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടാവില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാൻ അവരെ പഠിപ്പിച്ചിട്ടുള്ളൂ. അവരെയും അവരുടെ മക്കളെയും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടാകും സ്വതന്ത്രമായി ചിന്തിക്കാനാണ്. അവർ സ്വതന്ത്രമായി ചിന്തിക്കുന്നു. അവർക്ക് ആ കാഴ്ച കാണുമ്പോൾ അവർക്ക് ഇത് ഒരു ഭരണകൂടത്തിൻ്റെ അതിക്രിയയാണ് എന്ന് തോന്നുന്നു. അവരതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു. പക്ഷേ ബാക്കി ആരോടും തോന്നാത്തത്, ഇവരോട് തോന്നുന്നത് ഇതൊക്കെ ഇവരുടെ കുടുംബസ്വത്താണ്. മോഹൻലാലിൻ്റെ മക്കൾ അവരൊക്കെ സംഘിനൊപ്പം നിന്നോണം, സംഘിൻ്റെ എല്ലാ വിദ്വേഷ പദ്ധതികളും കണ്ട് മിണ്ടാതിരുന്നോണം എന്ന് വിചാരിക്കുന്നതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതിൽ വിസ്മയ മോഹൻലാലിനെതിരെ സൈബർ ആക്രമണമെന്ന് ഒരു വശത്ത് നമ്മൾ കാണുമ്പോഴേ മറുവശത്ത് ആ സ്ത്രീയെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ, ആ നടിയെ ആഘോഷിക്കുന്നവരെയും നാം കാണുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ പൊതുവായ വികാരം ഈ വിദ്യാർത്ഥികളുടെ സമരത്തിനൊപ്പം നിൽക്കലാണ്. ആ കേരളം ആരെ ആഘോഷിക്കുന്നുണ്ട്? ഇപ്പോൾ നിലപാട് ഉറക്കെ പറയുന്ന മുഴുവൻ മനുഷ്യരെയും ആഘോഷിക്കുന്നുണ്ട്. അത് കാണേണ്ട കാര്യമാണ്. നിങ്ങൾ സംസാരിക്കുന്നല്ലോ, വലിയ കാര്യം. ഇപ്പോൾ പ്രകാശ് രാജ് എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ നടൻ, അദ്ദേഹം അതിഗംഭീരമായി പൊളിറ്റിക്സ് വരുന്ന ആളാണ്. അദ്ദേഹത്തോട് ആർക്കെങ്കിലും ഒരു വെറുപ്പുണ്ടോ? വെറുപ്പുള്ളത് ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ IQ ലെവൽ പ്രശ്നമുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. എന്ത് വന്നാലും നമ്മൾ അപ്പുറത്ത് നിൽക്കുക. അതിപ്പം ഒരു സമരത്തിനിടയ്ക്ക് പെൺകുട്ടികളുടെ പേഴ്സണൽ സ്ഥലത്തേക്ക് ഇടിച്ചു കയറുക, അവരെ കുത്തുക, അവരെ മൊളസ്റ്റ് ചെയ്യുക, അവർക്കെതിരെ ലൈംഗിക സ്വഭാവമുള്ള അധിക്ഷേപം പോലും നടത്തുന്ന ആൾക്കാരായാലും കുഴപ്പമില്ല, നമ്മൾ അതിനിപ്പുറത്ത് നിൽക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അവരൊരു കാലത്ത് മാറാൻ പോകുന്നവരല്ല. പക്ഷെ അത് മാറ്റിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ പൊതുവികാരം ഈ സമരത്തിൻ്റെ കൂടെയാണ്. ആ സമരത്തിൻ്റെ കൂടെ സംസാരിക്കുന്ന എല്ലാവരെയും ഇന്ന് മലയാളി ആദരിക്കുന്നു. ടോവിനോ തോമസിനോട് കൊള്ളാം എന്ന് പറഞ്ഞു, ചന്തു സലീം കുമാറിനോട് കൊള്ളാം, നിങ്ങൾ എടുക്കേണ്ട പൊസിഷനാണ്. കാരണം എന്താണ്? ഈ താരങ്ങളൊക്കെ അഭിനയിക്കുന്ന സിനിമ കാണേണ്ട ആൾക്കാരാണ്. ആരാണ്? ഈ മനുഷ്യരാണ്. ഈ മനുഷ്യർ പോയി കണ്ടാലാണല്ലോ ഈ താരങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ആ മനുഷ്യർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിൽ സംസാരിക്കാൻ അവർക്ക് ബാധ്യതയില്ലേ? ബാധ്യതയുണ്ട്.
എന്ന് മാത്രമല്ല ഞാൻ വിചാരിക്കുന്നത് ഈ അവസാനത്തെ ആ അവാർഡ് പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഒരുപ്പെട്ട ചെറുപ്പക്കാരായിട്ടുള്ള നടന്മാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് പരിപാടി എന്താണ് പരിപാടി എന്ന് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ എവിടെ നിന്നാലാണ് എന്ത് കിട്ടുക, നിന്നില്ലെങ്കിൽ എന്ത് കിട്ടാതിരിക്കുക, അപ്പോൾ നിങ്ങളെ എന്നത് പിടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിടിയിട്ട് കഴിഞ്ഞ സന്ദർഭത്തിൽ ഇനിയിപ്പോൾ കൂടുതൽ വലിയ ഈ മെഴുകൽ കൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലായവരാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവരവരുടെ പൊളിറ്റിക്സ് കുറച്ച് ഉറക്കെ പറയാൻ ശ്രമിക്കുകയാണ്. കുറച്ചൊക്കെ മാനുഷിക ബോധ്യമുള്ള മനുഷ്യർക്ക് ഈ സന്ദർഭത്തെ കാണാതെ പോകാൻ കഴിയില്ല എന്നാണ്. അല്ല കേവലമായ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ മാത്രവും അതിനടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. വലിയ താരങ്ങളുണ്ട്, താരങ്ങളുടെ വേറെ മക്കളുണ്ട്, അവരൊന്നും മിണ്ടിയിട്ടില്ല. ഇന്നിപ്പോൾ ദുൽഖർ സൽമാനോട് പോയിട്ട് ഈ വിഷയത്തിൽ ഞങ്ങളെ പിന്തുണയ്ക്കില്ലേ എന്ന് ചോദിച്ച ആൾക്കാരെ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് കാണുക, ബ്ലോക്ക് ചെയ്തു, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ബ്ലോക്ക് ചെയ്യാണ്. പോയിട്ട് ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിക്കുക, കമൻറ്റ് ഒക്കെ ചെയ്ത് ബ്ലോക്ക് ചെയ്ത് കളയും. അതേസമയത്ത് മോഹൻലാലിൻ്റെ മകൾ വിസ്മയ അവരവരുടെ രാഷ്ട്രീയ ബോധ്യത്താൽ ഒരു ജനാധിപത്യ ഭരണകൂടം പ്രതികരിക്കുന്ന പൗരന്മാരോട് ഈ നിലയ്ക്കാണോ റെസ്പോണ്ട് ചെയ്യുന്നുള്ള വലിയ മൂല്യമുള്ള ചോദ്യം ചോദിക്കുകയാണ്. ആ മൂല്യം ഉള്ള ചോദ്യം ചോദിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന പല ആളുകളും ചോദിക്കുന്നില്ല. അപ്പോൾ ചോദിക്കുന്നത് അവരെടുക്കുന്ന ഒരു പൊസിഷൻ പ്രശംസിക്കപ്പെടേണ്ട ഒന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ സൈബർ ആക്രമണം എന്ന നിലയ്ക്ക് ഒരു വശത്ത് കാണുമ്പോൾ ആ സൈബർ ആക്രമണം നടത്തുന്ന ക്രിമികീടങ്ങളെക്കാൾ വലിയ തോതിൽ മനുഷ്യർ, രാഷ്ട്രീയ ബോധ്യമുള്ള മനുഷ്യർ, ജനാധിപത്യ ബോധ്യമുള്ള മനുഷ്യർ, സഹജീവി സ്നേഹമുള്ള മനുഷ്യർ, ആ മനുഷ്യരുടെ വലിയ പാരാവാരം ആരെ പിന്തുണയ്ക്കുന്നു. അവരൊരു പുതിയ താരത്തെ കണ്ടെത്തുകയാണ്. അവരുടെ സിനിമ വരാൻ പോകുന്നേ ഉള്ളൂ. അതിന് മുൻപ് തന്നെ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് വിസ്മയ മോഹൻലാലിനെ അവർ കണ്ടെത്തുകയും ആഘോഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ പറയുക, അവർക്കെതിരെ സൈബർ ആക്രമണം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം, അവരെ ഏറ്റെടുത്തു മലയാളി, അവരെ ആദരിച്ചു മലയാളി, അവരെ അഭിനന്ദിച്ചു മലയാളി. അതൊരു പ്രധാന കാര്യമാണ്. ഈ മലയാളി ഇപ്പുറത്തല്ലേ കൂടുതൽ, അവരെ പിന്തുണയ്ക്കുന്നവർ, അവരെ കൊണ്ടു നടക്കുന്നവരാണ് കൂടുതൽ. മറ്റത് ചെറിയ കൂട്ടമാണ്. അവരെ ഇങ്ങനെ എല്ലാ ഗ്രൂപ്പിലും കൊണ്ടുപോയിട്ട് ഈ പോസ്റ്റർ ഇട്ട് കൊടുക്കും, അതിന് താഴെ പോയി കമൻറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ഈ കാവ്യപ്പട ഗ്രൂപ്പിൽ നിന്ന് വന്നിട്ട് മാസീവായിട്ട് കമൻറ്റ് ചെയ്യും. അതിനപ്പുറം അവരെ വാല്യൂ ചെയ്യുന്നൊരു സൊസൈറ്റി ഇവിടെ ഉണ്ട്. അവരുടെ അച്ഛനെയും രാഷ്ട്രീയത്തിൻ്റെ വിമർശനമൊക്കെ ഉള്ളപ്പോൾ തന്നെയും അവരുടെ അച്ഛൻ ഒരു മഹാതാരമാണ് മലയാളത്തിൽ, അദ്ദേഹത്തെ വാല്യൂ ചെയ്തതുപോലെ അദ്ദേഹത്തിൻ്റെ മകളെയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയുന്ന രാഷ്ട്രീയം നിങ്ങളെ സൈഡിലേക്ക് ഒതുക്കുകയല്ല ചെയ്യുക, നിങ്ങളെ ഉയർത്തുകയാണ് ചെയ്യുക. ഇന്ത്യ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ആ അമ്മറിയാൻ സിനിമയിലല്ലേ ആ വാചകം, ഈ മനുഷ്യർ തെരുവിൽ പ്രയാസപ്പെടുമ്പോൾ നിങ്ങളുടെ ബുദ്ധിജീവികൾ എന്തു ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം, ആ സംഗതി അതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, വിസ്മയ മോഹൻലാൽ അവരുടെ തുടക്കം സിനിമ കൊണ്ടല്ല, മികച്ച ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട്, ഒരു വർത്തമാനം കൊണ്ട്, ഒരു പ്രതികരണം കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ നിലയ്ക്കാണ് മലയാളി അവരെ ആദരിച്ചു തുടങ്ങുന്നത് ഞാൻ പറയാം. അതിൽ നേരത്തെ മോഹൻലാൽ AVP-കാരനാണ് എന്ന് പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. SFI-കാരനായിരുന്നു കോളേജിൽ. അജിംസെ, ഈ താരങ്ങളുടെ ഇത്തരം ഒരു പ്രതികരണം ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് തന്നെ ഒരു വേറെ തരത്തിൽ നമുക്ക് രാഷ്ട്രീയം വായിച്ചെടുക്കാം. നേരത്തെ അജിംസ് അതിലൊരു മിഡിൽ ക്ലാസ് സ്വഭാവം പറഞ്ഞിരുന്നു. അതിലുപരി ഇത് അതിൻ്റെ അകത്തൊരു സേഫ് സോൺ സാധനമാണല്ലോ, അവർ ഐക്യപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ അത് നേരിട്ട് സംഘപരിവാറിനെതിരെ അല്ല ഇത്തരം ഒരു കോസാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ CAO NRCO കണക്കുള്ള വിഷയങ്ങളൊന്നും അല്ലാതെ സേഫായിട്ട് ഇതിൻ്റെ അകത്ത് ഐക്യപ്പെടുമ്പോഴത്തേക്ക് അവർക്ക് മറ്റൊന്നും പേടിക്കാനില്ലല്ലോ. അങ്ങനെ കൂടിയിട്ട് കാണേണ്ടതല്ലേ? പേടിക്കാനില്ലാത്തതുകൊണ്ട് മാത്രമല്ല സുകേഷ്, എന്തുകൊണ്ട് പേടിക്കാനില്ല? തൻ്റെ ഫസ്റ്റ് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു നടി, അവരുടെ സിനിമ ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ, അവരുടെ ആ സിനിമയുടെ സ്വീകാര്യത തന്നെ അപകടത്തിലാക്കും വിധം ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുക, കക്ഷി രാഷ്ട്രീയം അല്ലെങ്കിൽ പോലും ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് അപൂർവമായ കാര്യമാണ്. ആ അർത്ഥത്തിൽ എന്താണ് പറയുക, വളരെ ബ്രേവായിട്ടുള്ളൊരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. നേരത്തെ നിഷാദ് ചൂണ്ടിക്കാട്ടിയല്ലോ, മഹാനടന്മാരും അവരുടെ മക്കളൊക്കെ മൗനത്തിൻ്റെ വാൽമീകത്തിൽ ഒളിക്കുമ്പോൾ ഒരു ബഡ്ഡിങ് സ്റ്റാർ അവരവരുടെ നിലപാട് പറയാന്നുള്ളത് ചെറിയ കാര്യമല്ല. അതിനൊരു കൈയടി തീർച്ചയായിട്ടും വേണ്ടതാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, കഴിഞ്ഞ 12 വർഷമായിട്ട് നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ, അതേക്കുറിച്ച് നമ്മൾ എത്രമാത്രം ബോധവാന്മാരാണെന്നുള്ളൊരു ചോദ്യമാണ്. നമ്മളെ ചരിത്രം എങ്ങനെ അടയാളപ്പെടുത്തും, അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. ഇപ്പോൾ സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്, സ്വാതന്ത്ര്യ സമരം ഒരു എത്ര നൂറ്റാണ്ടുകൾ നടന്നതാണ്, 1-2 നൂറ്റാണ്ടുകളോളം നടന്നൊരു സമരമാണ്. പല ഭാഗങ്ങളിൽ നിന്ന്, പ്രോവിൻസുകളിൽ നിന്നുള്ള സമരം, പിന്നീട് ഗാന്ധി വന്നിട്ട് ഗാന്ധി നടത്തിയ സമരം, ഗാന്ധിയുടെ സമരം തന്നെ എത്രയോ 30-40 വർഷം നീണ്ടുന്ന സമരമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ പതിറ്റാണ്ടുകൾ. അപ്പോൾ നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് 12 വർഷമായി, ഒരു വ്യാഴവട്ടമായി. നമ്മുടെ രാജ്യത്തെ ഡെമോക്രസി റോഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ദുർബലമായിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ രാജ്യം ഒരു അർദ്ധജനാധിപത്യ രാജ്യമാണ് എന്ന പ്രതീതി ലോകം മുഴുവൻ സൃഷ്ടിക്കുന്നു. അപ്പോൾ അതിനോട് പൗരന്മാർ എന്ന അർത്ഥത്തിൽ നമ്മളെങ്ങനെ പ്രതികരിക്കുന്നു, നമ്മുടെ രാജ്യത്തെ എഴുത്തുകാർ എങ്ങനെ പ്രതികരിക്കുന്നു, ബുദ്ധിജീവികൾ പ്രതികരിക്കുന്നു, സിനിമാ അഭിനേതാക്കൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് അടയാളപ്പെടുത്തപ്പെടുമല്ലോ. ഇപ്പോൾ RSS സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തോ ഇല്ലേ എന്നുള്ള ഡിബേറ്റ് നടക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ഡിബേറ്റിന് വേണ്ടി നമുക്ക് റിസർച്ച് ചെയ്യേണ്ടി വരുമെങ്കിൽ ഇന്ന് പബ്ലിക് മെമ്മറി എന്ന് പറയുന്നത് ഡിജിറ്റലാണ്. നിങ്ങൾ എന്ത് ചെയ്തു, ആ നിർണായക സന്ദർഭത്തിൽ അദ്ദേഹം എന്ത് സംസാരിച്ചു എന്നുള്ളത് എന്നതിനെക്കുറിച്ച് ഒരു റിസർച്ച് സ്കോളറിന് ഗവേഷണം നടത്തേണ്ട ആവശ്യമില്ല. അത് പബ്ലിക് മെമ്മറിയിലുള്ള കാര്യമാണ്. മോഹൻലാൽ എന്ത് പറഞ്ഞു, മമ്മൂട്ടി എന്ത് പറഞ്ഞു,
ഈ പറയുന്ന വിസ്മയ എന്ത് പറഞ്ഞു, ആരൊക്കെ പറയാതിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പുസ്തകങ്ങൾ ഇറങ്ങേണ്ട ആവശ്യമില്ല, ലേഖനം വരേണ്ട ആവശ്യമില്ല. അത് ആളുടെ പബ്ലിക് മെമ്മറിയിലുണ്ട്. അപ്പോൾ ഈ ഒരു സന്ദർഭം, ഒരു ചരിത്ര സന്ദർഭത്തെ ചരിത്രം അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. ആ ചരിത്ര സന്ദർഭത്തിൽ നിങ്ങൾ എന്തു പറഞ്ഞു പറഞ്ഞില്ല എന്നുള്ളത് പബ്ലിക് മെമ്മറിയിലുണ്ടാവും. ഈ പബ്ലിക് മെമ്മറിയെക്കുറിച്ച് ബോധമുള്ള ആളുകളുണ്ടല്ലോ, അവരുണ്ടാവുമല്ലോ. എൻ്റെ സിനിമ മാത്രമല്ല, ഞാനെന്ന വ്യക്തി ഇവിടെ ജീവിക്കണം, ഞാനൊരു ബുദ്ധിജീവിയാണേ, ഞാൻ കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടേ, പക്ഷേ ഈ സന്ദർഭത്തിൽ ഞാനൊന്നും പറഞ്ഞില്ലേ എന്ന് രേഖപ്പെടുത്തപ്പെടുമെന്ന് ആലോചിക്കുന്നവർ അവരതിനെക്കുറിച്ച് സംസാരിക്കും. പിന്നെ മറ്റൊന്ന്, വളരെ ഈ സമരത്തിന് വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മളിതിനെ ഏതെങ്കിലും കള്ളികളിൽ ഒതുക്കുക, ഏതെങ്കിലും ഐഡിയോളജിയിൽ ഒതുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ജനവിഭാഗത്തിൻ്റെ സമരമാണെന്ന് പറയുക. അതിനപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു പുതിയ തലമുറയുടെ സമരം കൂടിയാണ്. പുതിയ തലമുറയുടെ സമരം അതൊരു ഐഡിയോളജിക്കലി ഡ്രിവണേ അല്ല. അവർ അപ്പോൾ കൺമുമ്പിൽ കാണുന്ന ഒരു കാര്യത്തിൽ, ഇപ്പോൾ ഞാനിത് വാച്ച് ചെയ്യുന്നത് എൻ്റെ മക്കളുടെ പ്രായമുള്ള കുട്ടികളുടെ ഇതിനോടുള്ള പ്രതികരണമാണ് ഞാൻ പ്രധാനമായും വാച്ച് ചെയ്യുന്നത്. അവരുടെ കൺമുമ്പിൽ കാണുന്ന ഒരു ഇൻജസ്റ്റിസ്, ഒരു റൈറ്റിനെ പറ്റിയുള്ളൊരു ക്വസ്റ്റ്യൻ അവർ ഉയർത്തുന്നു, തങ്ങളുടെ അവകാശങ്ങളെ പറ്റിയുള്ളൊരു ക്വസ്റ്റ്യൻ ഉയർത്തുന്നു, തങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ഉയർത്തുന്നു. അവരവരുടെ വീട്ടിൽ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, വീട്ടിൽ തങ്ങളുടെ പേരൻസിനോടും സിബ്ലിങ്സിനോടും എങ്ങനെയാണോ ക്വസ്റ്റ്യൻ ഉയർത്തുന്നത്, അതുപോലെ അവർ ഭരണകൂടത്തോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത്ര ഓർഗാനിക്കാണത്, ആ ചോദ്യങ്ങൾ ഓർഗാനിക്കാണ്, അവരതിനോട് റിയാക്ട് ചെയ്യുന്ന അത്ര ഓർഗാനിക്കായിട്ടാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ഈ മില്ലേനിയൽസിൻ്റെയും അതിന് മുകളിലുള്ള പ്രായമുള്ള ആളുകളുടെയും ഒരുതരം കാപട്യം അവർക്കില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ ഐഡിയോളജിക്കലി ഡ്രിവൺ അല്ല, അത് ശരിയാണ്. നമുക്ക് വേണമെങ്കിൽ അപ്പോളിറ്റിക്കൽ എന്നൊക്കെ അവരെ പറയാം, രാഷ്ട്രീയവാദികൾ എന്ന് വിളിക്കാം. പക്ഷേ അവർ വളരെ ഓർഗാനിക്കായിട്ടൊരു സിറ്റുവേഷനോട് പ്രതികരിക്കുകയാണ്. ഞാൻ ആ ഒരു തലമുറയുടെ പ്രതിനിധിയായിട്ടാണ് വിസ്മയുടെ പ്രതികരണത്തെ കാണുന്നത്. അങ്ങനെ പ്രതികരിക്കാതിരിക്കാൻ അവർക്ക് കഴിയാത്ത വിധം അവർ ഓർഗാനിക്കാണ്. ഈ ഓർഗാനിക്കായിട്ടുള്ള തലമുറയാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി തൊട്ടുണർത്തിയത് മുമ്പ്. നിങ്ങളുടെ കയ്യിലാണ് ഈ രാജ്യത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത്. അത് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനും അങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു തലമുറയുടെ കയ്യിലാണ്. അവർ ചിലപ്പോൾ നിങ്ങൾ അവരെ സംഘികളെന്നോ BJP വോട്ട് ചെയ്യുന്നവരെന്നോ അല്ലെങ്കിൽ അർബൻ നക്സലുകളെന്നോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ, അവർ ഐഡിയോളജിക്കലി ഡ്രിവൺ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഐഡിയോളജി അല്ല അവരെ ഡ്രൈവ് ചെയ്യുന്നത്. അവരുടെ തന്നെ റൈറ്റ്, അവരുടെ തന്നെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള അവരുടെ ആശങ്കയാണ് ഇത്തരം രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്താൻ അവർ പ്രേരിപ്പിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. യെസ്, എന്തായാലും വലിയ താരങ്ങളും അവരുടെ മക്കളൊക്കെ മൗനം പുലരുമ്പോൾ അല്ലെ മൗനം പാലിക്കുമ്പോഴത്തേക്ക് അതിൽ വിസ്മയപ്പോലുള്ള തുടക്കക്കാരൊക്കെ ഇത്തരത്തിൽ നിലപാട് തുറന്നു പറയുന്നത് ഭയങ്കര അഭിനന്ദനാർഹമാണ്, കയ്യടി അർഹിക്കുന്നതാണ്.